കിടക്കുന്നത് പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റിയിൽ വരുന്ന ചില ബേസിക് ഡെഫിനിഷൻസും അതിൻ്റെ ഒരു 2-3 എക്സാമ്പിൾസുമാണ് കണ്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ഏരിയയെ കുറിച്ചിട്ടാണ് ഫോക്കസ് ഏരിയേൻ്റെ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൽ 3 സെക്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കം. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻ എ ഓർ ബി. തേർഡ് പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻ നോട്ട് എ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോക്കസ് ഏരിയയ്ക്ക് കടക്കാൻ പറ്റില്ല. അതിൻ്റെ കുറച്ച് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ പഠിക്കാൻ പോണത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എനി സബ്സെറ്റ് ഇ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് ഈസ് കോൾഡ് ആൻ ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റിനെയും നമുക്ക് ഇവൻ്റ് എന്ന് പറയാം. സാമ്പിൾ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റിനെയും നമുക്ക് ഇവൻ്റ് എന്ന് പറയാം. അപ്പോൾ പ്രോബബിലിറ്റിയിൽ ഈ എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസിന് കുറേ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് തിയറി പഠിക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റൊക്കെ പറയാറുണ്ട്. പ്രോബബിലിറ്റിയിലെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ആണ്. പ്രോബബിലിറ്റിയിലെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് എസ് ആണ്. അതിൻ്റെ ഏതൊരു സബ്സെറ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇവൻ്റ് എന്ന് വിളിക്കാം. എനി സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഇവൻറ്റുകളുടെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ചെറിയ ഡെഫിനിഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കൊന്നും വേണ്ട. ടൈപ്സ് ഓഫ് ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ഇവൻറ്റ്. ടൈപ്സ് ഓഫ് ഇവൻറ്റ്. അടുത്തത് ഇവൻറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇവൻറ്റ് ആൻഡ് ഷുവർ ഇവൻറ്റ്. ദ എംപ്റ്റി സെറ്റ് ഫൈ ആൻഡ് ദ സാമ്പിൾ സ്പേസ് എസ് ഡിസ്ക്രൈബ് ദ ഇമ്പോസിബിൾ ഇവൻറ്റ് ആൻഡ് ഷുവർ ഇവൻറ്റ്. നമ്മൾ പറഞ്ഞു എസിൻ്റെ ഏത് സബ്സെറ്റ് എടുത്താലും ഇറ്റ് ഈസ് ആൻ ഇവൻറ്റ് എന്ന് പറഞ്ഞു. നൾ സെറ്റ് ആയിട്ടുള്ള ഫൈ എന്ന് പറയുന്നതും ഹോൾ സെറ്റ് ആയിട്ടുള്ള എസ് എന്ന് പറയുന്നതും എസിൻ്റെ സബ്സെറ്റ് തന്നെയാണ്. ഫൈ എസിൻ്റെ സബ്സെറ്റ് ആണ്, എസിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആയിരിക്കും, എസ് എന്ന് പറയുന്നതും ഒരു ഇവൻ്റ് ആയിരിക്കും. ഫൈ എന്ന് പറഞ്ഞ ഇവൻറ്റിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുക. ഫൈ എന്ന് പറഞ്ഞ ഇവൻറ്റിനെ നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയും. അതേപോലെ എസ് എന്ന് പറഞ്ഞ ഇവൻറ്റിനെ നമ്മൾ ഷുവർ ഇവൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇമ്പോസിബിൾ ആൻഡ് ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈയും ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എസ്സും ആണ്. സെക്കൻഡ് വൺ പറയുന്നത് സിമ്പിൾ ഇവൻറ്റ്. സിമ്പിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് ഹാവിങ് ഓൺലി വൺ സാമ്പിൾ പോയിന്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഒരേ ഒരു എലമെൻറ്റ് മാത്രമല്ല, ഒരേ ഒരു ഔട്ട്കം മാത്രമുള്ള ഇവൻറ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഇവൻറ്റ് എന്ന് പറയുക. അതായത് സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്കം തന്നെയാണ്. അപ്പോൾ ഒരേ ഒരു സാമ്പിൾ പോയിന്റ് മാത്രമുള്ള ഇവൻറ്റിനെ നമ്മൾ സിമ്പിൾ ഇവൻറ്റ് എന്ന് പറയും. കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് ഹാവിങ് മോർ ദാൻ വൺ സാമ്പിൾ പോയിന്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. മോർ ദാൻ വൺ സാമ്പിൾ പോയിന്റ് ഉള്ള ഇവൻറ്റിനെ നമ്മൾ കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ബേസിക് ഡെഫിനിഷൻ. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇവൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷനാണ്. ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എനി സബ്സെറ്റ് ഇ ഓഫ് ദ സാമ്പിൾ സ്പേസ്. എനി സബ്സെറ്റ് ഇ ഓഫ് ദി സാമ്പിൾ സ്പേസ് എസ് ഈസ് കോൾഡ് ആൻ ഇവൻറ്റ്. സാമ്പിൾ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റിനെയും നമുക്ക് ഇവൻറ്റ് എന്ന് വിളിക്കാം. അതാണ് ഇവൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ്, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോരാം. സെറ്റ് തിയറിത്തെ സെയിം കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണെന്ന് വിചാരിക്കാം. എ ബി ആൻ ഇവൻറ്റ്. അടുത്ത് പറയുന്നത് ഇതാണ് ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ്. അതിനുവേണ്ടി ലെറ്റ് എ കോമ ബി ബി ആൻ ഇവൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എ സാമ്പിൾ സ്പേസ് എസ്. എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 2 ഇവൻറ്റുകളാണ് എ ബിയും. അതായത് എയും ബിയും എസിൻ്റെ സബ്സെറ്റുകളാണെന്ന് മീനിങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇവൻറ്റ് നോട്ട് എ. ഇവൻറ്റ് നോട്ട് എ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നാണ്. എ കോംപ്ലിമെൻ്റ് നമ്മൾ സെറ്റിലെ എ കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എന്നാൽ എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റുകളുടെ കളക്ഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് വിഷ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ സാമ്പിൾ പോയിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് ഒമേഗ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. എ എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല, പക്ഷെ എവിടെ ഉണ്ടാവണം? സാമ്പിൾ സ്പേസിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടുത്തെ യൂണിവേഴ്സൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഒമേഗ എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് ഒമേഗ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. എയിലില്ലാത്ത എന്ന സാമ്പിൾ സ്പേസിൽ വരുന്ന
സാമ്പിൾ പോയിന്റുകളുടെ കളക്ഷനാണ് എ നോട്ട് എ എന്ന് പറഞ്ഞ ഇവന്റ്, അതായത് എ ഡാഷ് എന്ന് പറഞ്ഞ ഇവന്റ്. അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇവൻ എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞ ഇവന്റിനെ നമ്മൾ എ യൂണിയൻ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക. എ ഓർ ബി വിച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ എലമെന്റ് ഓഫ് എ ഓർ ഒമേഗ എലമെന്റ് ഓഫ് ബി. എ യൂണിയൻ ബിയിൽ ഉണ്ടാവുക പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ എലമെന്റ് ഓഫ് എ ഓർ ഒമേഗ എലമെന്റ് ഓഫ് ബി. അപ്പൊ എയിലോ ബിയിലോ വരുന്ന സാമ്പിൾ പോയിന്റുകളുടെ കളക്ഷനാണ് എ ഓർ ബി എന്ന് പറഞ്ഞ ഇവന്റ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എ യൂണിയൻ ബി ആണ്. നെക്സ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇവൻ എ ആൻഡ് ബി. എ ആൻഡ് ബി എന്നുള്ള ഇവന്റിനെ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക. നൊട്ടേഷനൊക്കെ പഠിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാൻ നോട്ട് എ ആയിരിക്കും, അതായത് അത് എ ഡാഷ് ആണെന്ന് അറിയണം. എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണെന്ന് അറിയണം. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി which equal to set of all omega such that omega element of A and omega element of B. എയിലും ഉണ്ടായിരിക്കണം ബിയിലും ഉണ്ടായിരിക്കണം. എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുക പറഞ്ഞാൽ എയിലും ബിയിലും ഉണ്ടായിരിക്കണം. അപ്പം എയിലും ബിയിലും ഒരേപോലെ വരുന്ന സാമ്പിൾ പോയിന്റുകളുടെ കളക്ഷനാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഇവന്റിൽ ഉണ്ടായിരിക്കുക. അടുത്തത് എ ബട്ട് നോട്ട് ബി. എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞതിന് നമ്മൾ എ മൈനസ് ബി എന്ന് എഴുതും, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതും. എ ബട്ട് നോട്ട് ബി എന്നുള്ളതിനെ ഒന്നില്ലെങ്കിൽ എ മൈനസ് ബി എന്ന് എഴുതും, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അവിടെ ബിന്റെ മുകളിലാണ് ആ ബാർ ഉള്ളത്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിത്തെ എലമെന്റിനെ ഒഴിവാക്കി എഴുതുക. അതായത് സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ ബിലോങ്സ് ടു എ ആൻഡ് ഒമേഗ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. എയിൽ ഉണ്ടാവണം, പക്ഷെ എവിടെ ഉണ്ടാവാൻ പാടില്ല? ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സാമ്പിൾ പോയിന്റുകളുടെ കളക്ഷനാണ് എ ബട്ട് നോട്ട് ബി, അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞ ഇവന്റിൽ ഉണ്ടായിരിക്കുക. ഇനി പറയുന്നത് ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. എ ഇന്റർസെക്ഷൻ, ഇപ്പൊ നമ്മൾ യൂണിയൻ ഇന്റർസെക്ഷൻ ഒക്കെ പഠിച്ചു, അതായത് അത് ഓരോ ഇവന്റുകളാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഇവന്റ് നൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക. 5 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ഓർ ഡിസ്ജോയിന്റ് ഇവന്റ്സ് എന്ന് പറയും. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആവണം എന്നുണ്ടെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ഓർ ഡിസ്ജോയിന്റ് ഇവന്റ്സ്, രണ്ട് ഇവന്റിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നൾ സെറ്റ് ആയിരിക്കും കിട്ടുക. അടുത്തത് ഇഫ് E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര യൂണിയൻ E3 ഈക്വൽ ടു En ഈക്വൽ ടു E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര യൂണിയൻ En ഈക്വൽ ടു S. Then we say that E1, E2, E3, etc. En are exhaustive events. കുറേ ഇവൻറ്റ്സ് എടുത്തു, E1, E2, etc. En. ഇതിൻ്റെയൊക്കെ യൂണിയൻ എടുക്കുമ്പോൾ എസ് കിട്ടുന്നുണ്ട്. നമ്മളെ ഹോൾ സെറ്റ്, അതായത് ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടുള്ള എസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ E1, E2, etc. En നമ്മൾ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സും ഉണ്ട്, ഇവിടെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സും ഉണ്ട്. ഇപ്പോൾ രണ്ട് ഇവൻറ്റിൻ്റെ കേസ് എടുക്കുക. രണ്ട് ഇവൻറ്റ് എയും ബിയും എടുത്തിട്ടുണ്ടെങ്കിൽ എനെയും ബിനെയും എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് എന്തായിരിക്കണം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിട്ടുള്ള 5 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കും. ഇനി എയും ബിയും എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിനെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കും. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇവൻ്റ് എന്താണ്, ആൾജിബ്ര ഓഫ് ഇവൻ്റ് എന്താണ് എക്സ്ക്ലൂസീവ് ഇവൻ്റ്, എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവൻ്റ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്ലാസിക്കൽ ഓർ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് പല രീതിയിൽ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഡെഫിനിഷൻസ് മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ അപ്രോച്ചാണ്, അല്ലെങ്കിൽ എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയും. എംപിരിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി. സെക്കൻഡ് വൺ ആണ് ഈ ക്ലാസിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ആക്സിയോമാറ്റിക് അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ക്ലാസിക്കൽ അപ്രോച്ചും അതേപോലെ ആക്സിയോമാറ്റിക് അപ്രോച്ചുമാണ്. അതായത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ടു പ്രോബബിലിറ്റി ആൻഡ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ടു പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇവൻറ്റുകളുടെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് ഇവൻ്റ് എന്ന് പറയുക. അപ്പോൾ
ദ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഇ. ഇവിടെ നമ്മൾ ഇവൻറ്റ് ഇ ആയിട്ട് എടുത്തു. നമ്മൾ സാധാരണ ഇവൻറ്റിനെ ഇ എഫ് എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. ഏത് ലെറ്റർ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഇ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ്. അതായത് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് ഇ. ഇൻ്റെ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റീനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പി ഓഫ് ഇ എന്ന് വെച്ചിട്ടാണ്. And which is defined as P of E equal to number of outcomes favorable to E divided by total number of possible outcome. എന്താ പറയുന്നത്? ഇ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണെങ്കിൽ, അതായത് ഇ എന്ന് പറയുന്നത് എസിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ, ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് പ്രോബബിലിറ്റി ഓഫ് ഇ, പ്രോബബിലിറ്റി ഓഫ് ഇ എന്നാണ് ഇത് വായിക്കുക. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, ദാറ്റ് ഈസ് എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഇ ആണ്. ഇ എന്ന് പറഞ്ഞ സെറ്റ്, അത് എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. അതൊരു സെറ്റ് ആണെന്ന് നമുക്കറിയാം, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം. അപ്പോൾ എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ഒരു സെറ്റാണ്. എസിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് എൻ ഓഫ് ഇ കണ്ടുപിടിക്കാമല്ലോ. ഇ എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കുക, അതാണ് എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ. അത് ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കുക, അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. ആ ഡെഫിനേഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഓർത്ത് വയ്ക്കുക. ഇ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണെങ്കിൽ തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഓർ ജസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. ഇങ്ങനെ നമ്മളൊരു പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്ലാസിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുക. പ്രോബബിലിറ്റി ഓഫ് ഇ ഈക്വൽ ടു എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അടുത്തത് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് ഇതാണ് ഡെഫിനിഷൻ എന്ന് ഞാൻ പറഞ്ഞു. എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇ എന്ന് പറയുന്നത് എസിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. എൻ ഓഫ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എന്തായാലും ഈത്തെ എലമെൻറ്റിനേക്കാൾ കൂടുതൽ എലമെൻ്റ് ആണ് എസിൽ ഉണ്ടാവുക. ഇവിടെ വലുത് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ് വലുത് ഉണ്ടാവുക. ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ് എന്ന്, ഇതും പോസിറ്റീവ്. എൻ ഓഫ് ഇ ആണ് ചെറുത്. അപ്പോൾ ഒരു ചെറിയ നമ്പർ ഡിവൈഡഡ് ബൈ വലിയ നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും 1നേക്കാൾ കുറവായിരിക്കും. കൂടാതെ അത് 0നേക്കാൾ വലുതുമാണ്. ഇത് രണ്ടും 0നേക്കാൾ വലുതായതുകൊണ്ട് തന്നെ ഇത് രണ്ടും 0നേക്കാൾ വലുതുമാണ്, 1നേക്കാൾ ചെറുതുമാണ്. അപ്പോൾ ഏതൊരു ഇവൻറ്റ് ഇ എടുത്താലും പി ഓഫ് ഇൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഉള്ളിലാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ 0നേക്കാൾ കൂടുതലായിരിക്കും. ഒരിക്കലും 0നേക്കാൾ ചെറുതാവില്ല. പിന്നെ മാക്സിമം ഏത് വരെ പോകാൻ പറ്റുള്ളൂ? 1 വരെയാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു ഇവൻറ്റ് നമ്മൾ എടുത്താലും അതിൻ്റെ പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും. ഏതൊരു ഇവൻ്റ് എടുത്താലും അതിൻ്റെ പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും. ഇനി 0 ആണ്, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവൻറ്റിനെ നമ്മൾ ഇമ്പോസിബിൾ ഇവൻ്റ് എന്നാണ് പറയുക. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഫൈ ആണ്. പി ഓഫ് ഫൈ അല്ലേ? ഇമ്പോസിബിൾ ഇവൻ്റ് പറഞ്ഞാൽ ഫൈ ആണ്. അത് ഈ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. അപ്പോൾ പി ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഫൈ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഫൈ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. അപ്പോൾ അതിൽ എൻ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. 0 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി അത് 1 ആയിരിക്കും. ഷുവർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എസ് ആണ്. സാമ്പിൾ സ്പേസിനെയാണ് നമ്മൾ ഷുവർ ഇവൻ്റ് എന്ന് പറയുക. ഫൈ എന്ന് പറഞ്ഞതിനെയാണ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറയുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് എസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇവിടെ ഇൻ്റെ സ്ഥാനത്ത്, ഇവിടെ നമ്മൾ തന്നിരിക്കുന്നതിൽ ഇൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്?
യെസ് ആണ്. അപ്പം ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എൻ ഓഫ് ഇ ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ ഇ എസ് ആണ്. അപ്പോൾ എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ഉള്ളിലാണ് വരിക. ഷുവർ ഇവന്റിന്റെ പ്രോബബിലിറ്റി 1 ആണ്. ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി 0 ആണ്. അടുത്ത് പറയുന്നത് ഫോർ എവരി ഇവന്റ് ഇ, ഏതൊരു ഇവന്റ് ഇ എടുത്താലും പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു 1 ആയിരിക്കും. വെർ ഇ ഡാഷ് സ്റ്റാൻഡ് ഫോർ നോട്ട് ഇ. ഇ എന്ന് പറഞ്ഞൊരു ഇവന്റ് എടുത്തു, ദെൻ നമ്മൾ അതിൻ്റെ കോംപ്ലിമെന്റ് എടുക്കുക. ഇ എന്ന് പറഞ്ഞ ഇവന്റ് എടുത്തു, ദെൻ അതിൻ്റെ കോംപ്ലിമെന്റ് എടുക്കുക. അതിൻ്റെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും 1 ആയിരിക്കും വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു 1 എന്നുള്ളത്. ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇ എന്ന് പറഞ്ഞ ഇവന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചുള്ളൂ. അപ്പം ഈ ഒരു പ്രോബബിലിറ്റിയാണ് നമുക്ക് ആവശ്യം. ഇനി വേറെ ടൈപ്പ് പ്രോബബിലിറ്റി ഉണ്ട്, പക്ഷേ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്നുള്ള ഡെഫിനേഷനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഡെഫിനിഷൻ, വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഫൈൻഡ് എ പ്രോബബിലിറ്റി. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഗെറ്റിംഗ് എ ഹെഡ്. ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഗെറ്റിംഗ് എ ടെയിൽ വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് വൺസ്. ഒരു കോയിൻ ഒരു തവണ നമ്മൾ ടോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇവന്റ്, ഇത് ഓരോ ഇവന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ്, ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ഇവന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ 2 ഇവന്റുകളുടെയും പ്രോബബിലിറ്റി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ഇവന്റുകൾ ഡിഫൈൻ ചെയ്യാം. ഇ എന്ന് പറഞ്ഞ ഇവന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇ ബി ദ ഇവന്റ് സച്ച് ദാറ്റ് ഗെറ്റിംഗ് എ ഹെഡ്. ഇ എന്ന് പറയുന്ന ഇവന്റ് ആണ്. ആ ഇവന്റ് ഏതാണ്? ഗെറ്റിംഗ് എ ഹെഡ്. ഒരു ഹെഡ് കിട്ടുന്ന ആ ഇവന്റിനെ നമ്മൾ ഇ ആയിട്ട് എടുത്തു. എഫ് എന്ന് പറയുന്നത് എഫ് ബി ദ ഇവന്റ് ദാറ്റ് ഗെറ്റിംഗ് എ ടെയിൽ കിട്ടുന്ന ആ ഒരു ഇവന്റിനെ എഫ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇയും എഫും എന്തായിരിക്കും? ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് കിട്ടുന്ന ഒരു ഇവിടുത്തെ ആക്ച്വലി ദിസ് ഈസ് ആൻ എക്സ്പെരിമെന്റ്. അതായത് ഒരു ഹെഡ് കിട്ടുക, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുന്ന ഇവന്റിനെയാണ് ഇ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ഈക്വൽ ടു ഹെഡ് കിട്ടുന്ന ഇവന്റ് പറഞ്ഞ സെറ്റ് എച്ച്. എഫ് എന്ന് പറഞ്ഞാൽ എഫ് ബി ദി ഇവന്റ് ദാറ്റ് ഗെറ്റിംഗ് എ ടെയിൽ കിട്ടുന്ന ഇവന്റ് ആണ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വരിക? ടി ആയിരിക്കും വരിക, സെറ്റ് ടി. പിന്നെ നമുക്ക് വേണ്ട സാമ്പിൾ സ്പേസ് ആണ്. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് വൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കോയിനെ ഒരു തവണ ടോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് എച്ച് കോമ ടി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ എഴുതുക. അപ്പോൾ സാമ്പിൾ സ്പേസ് ഇവിടെ എഴുതി. എസ് ഈക്വൽ ടു എച്ച് കോമ ടി. ഇ എന്ന് പറയുന്നത് ഹെഡ് കിട്ടുന്ന ഇവന്റ് ആണ്. അപ്പോൾ ഇ ഈക്വൽ ടു സെറ്റ് എച്ച്. എഫ് എന്ന് പറയുന്നത് ടെയിൽ കിട്ടുന്ന ഇവന്റ് ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു ടെയിൽ. ഇവിടെ ആകെ ഒറ്റ കോയിനല്ലേ ടോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബബിലിറ്റി ഓഫ് എഫും ആണ്. ഇപ്പം നമ്മൾ ഇവന്റുകൾ എഴുതി, സാമ്പിൾ സ്പേസ് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇ ആണ്. കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണെന്നുള്ളത്. എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞ ഇവന്റിലേക്ക് നോക്കൂ. എൻ ഓഫ് ഇ എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ് വരിക? ഇ എന്ന് പറഞ്ഞ ഇവന്റിൽ ആകെ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ. അപ്പോൾ എൻ ഓഫ് ഇ ഈക്വൽ ടു 1. ആൻഡ് എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൽ 2 എലമെന്റും ആണ്. അപ്പോൾ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഓഫ് ഇ 1 ആണ്, എൻ ഓഫ് എസ് 2 ആണ്. അപ്പോൾ 1/2 എന്ന് വരും. ഇത് തന്നെയാണ് പി ഓഫ് എഫും വരിക. അപ്പോൾ നമുക്ക് പി ഓഫ് ഇന് 1/2 എന്ന് കിട്ടി, പി ഓഫ് എഫും 1/2 എന്ന് കിട്ടി. അപ്പോൾ ആ ഇക്വേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രം. കുറച്ച് വലിയ വലിയ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാവും. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിച്ചത്.
ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ മനസ്സിലാക്കിയാൽ മതി. ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കിക്കോളൂ. ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. Axiomatic probability is another way of describing probability of an event. As the word itself says, in this approach, some axioms are predefined before assigning probabilities. അപ്പോൾ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി പറയുന്ന വേറൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സം ആക്സിയംസ് ആർ ഡിഫൈൻഡ്, സം ആക്സിയംസ് ആർ പ്രീഡിഫൈൻഡ് ബിഫോർ അസൈനിങ് പ്രോബബിലിറ്റീസ്. അതായത് ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്നുള്ള ആ വേർഡിൽ തന്നെ ആക്സിയം എന്നുള്ളൊരു പേരുണ്ട്. അപ്പോൾ നമ്മൾ ചില ആക്സിയംസ് വെച്ചിട്ടാണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ നോട്ടിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ് എസ് ബി ദ സാമ്പിൾ സ്പേസ് ഓഫ് എനി റാൻഡം എക്സ്പെരിമെൻറ്റ്. എസ് എന്ന് പറയുന്നത് ഏതോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണെന്ന് വിചാരിക്കുക. ദ പ്രോബബിലിറ്റി പി ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ which assigns to every event E, ഇവിടെ സബ്സെറ്റ് ഓഫ് എസ് എന്നുണ്ട് കേട്ടോ. every event E the probability P is a real valued function which assigns to every event E subset of S to a unique non-negative real number denoted by P of E satisfying the following probability axioms. അതായത് എസ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സ്പേസ് ആണ്. എസ് എന്ന് പറയുന്നത് നമ്മളെ സാമ്പിൾ സ്പേസ് ആണ്. എസ് എന്ന് പറയുന്നത് നമ്മളെ സാമ്പിൾ സ്പേസ് ആണ് ഓഫ് എനി റാൻഡം എക്സ്പെരിമെൻറ്റ്. ഏതോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ് എസ് എന്ന് വിചാരിക്കാം. ദ പ്രോബബിലിറ്റി പി ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ പ്രോബബിലിറ്റീനെ നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കിയിട്ടാണ് എടുക്കുന്നത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് അസൈൻസ് ടു എവരി ഇവൻ E subset of S, every event E subset of S to a unique non-negative real number denoted by P of E satisfying the following probability axioms. അതായത് ഇവിടെ പ്രോബബിലിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ പ്രോബബിലിറ്റി എന്നുള്ളതിനെ നമ്മൾ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. പി, പ്രോബബിലിറ്റി പി, ഇതെന്താണ്? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് വിച്ച് അസൈൻസ് ടു എവരി ഇ സബ്സെറ്റ് ഓഫ് എസ്. എസിൻ്റെ ഏതൊരു സബ്സെറ്റ് ഇ എടുത്താലും അതിനെ എങ്ങോട്ട് ആണ് മാപ്പ് ചെയ്യുന്നത്? ടു എ യുണീക്ക് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ, ടു എ യുണീക്ക് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ഡിനോട്ടഡ് ബൈ പി ഓഫ് ഇ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പി എടുക്കുന്നത് എസിൻ്റെ സബ്സെറ്റിനെയാണ്. പി എന്ന് പറയുന്ന ഫംഗ്ഷനെ എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ പിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പവർ സെറ്റ് ഓഫ് എസ് ആയിരിക്കും. അപ്പോഴല്ലേ എസിൻ്റെ സബ്സെറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പവർ സെറ്റ് ഓഫ് എസ്, പവർ സെറ്റ് ഓഫ് എസ്, പവർ സെറ്റ് ഓഫ് എസ്ത്തെ ഓരോ എലമെൻറ്റുകളും എസിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞത് പവർ സെറ്റ് ഓഫ് എസ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആക്സിയോമാറ്റിക് അപ്രോച്ചിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം പവർ സെറ്റ് ഓഫ് എസ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1. ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 വരാൻ കാരണം ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എടുത്താലും 0ക്കും 1നും ഇടയിലായിരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ പ്ലസ് ആയിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ട് എടുക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആയിരിക്കുന്നു മാത്രം. അപ്പോൾ പി എന്ന് പറയണത് ഇവിടെ എന്താ പറയുന്നത്? പി എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഫ്രം പവർ സെറ്റ് ഓഫ് എസ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റീനെ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടാണ് പറയുന്നത് വിച്ച് ടേക്ക് എനി സബ്സെറ്റ് ഇ ഓഫ് എസ്. എസിൻ്റെ ഏതൊരു സബ്സെറ്റ് ഇ എടുത്താലും അതിനെ എന്തിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഒരു യുണീക്ക് നോൺ നെഗറ്റീവ് റിയൽ നമ്പറായി പി ഓഫ് ഇയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. പി ഓഫ് ഇ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്.
ആ പി ഓഫ് ഇയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആക്സിയം പറയുന്നത് ഇതാണ്, ഫോർ എനി ഇവൻറ്റ് ഈ പി ഓഫ് ഇ ഗ്രേറ്റർ ദാൻ 0. ഏതൊരു ഇവൻ്റ് എടുത്താലും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പി ഓഫ് എസ് ഈക്വൽ ടു 1. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്, അപ്പോൾ പി ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെക്കൻഡ് വൺ പറയുന്നത് ഇഫ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇഫ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ദെൻ പി ഓഫ് എ യൂണിയൻ ദെൻ എന്നേ ഉള്ളൂ. ദെൻ പി ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ്. ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് വിചാരിക്കുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു നൾ സെറ്റ്. ഈ ഇൻ്റർസെക്ഷൻ എഫ് നൾ സെറ്റ് ആവുന്ന രീതിയിൽ ഇയും എഫും രണ്ട് ഇവൻറ്റുകളാണെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആയിരിക്കും എന്നാണ് ആക്സിയോമാറ്റിക് അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് മാപ്സ് ഈച്ച് ഇ സബ്സെറ്റ് ഓഫ് എസ്. എസിൻ്റെ ഏതൊരു സബ്സെറ്റിനെയും അത് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? പി ഓഫ് ഇയിലേക്കാണ്. ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആയിട്ടുള്ള പി ഓഫ് ഇയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് പി ഓഫ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് എസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ, അതായത് ഈ ഇൻ്റർസെക്ഷൻ എഫ് 5 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ളൂ, എങ്കിലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനിയാണ് നമ്മൾ ഫോക്കസ് ഏരിയയിലേക്ക് കടക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ ഇ ബി ആൻ ഇവൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എ റാൻഡം എക്സ്പെരിമെൻറ്റ് എസ്. എസ് എന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഇന്ന് വിചാരിക്കുക. അപ്പോൾ സാമ്പിൾ സ്പേസിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഇ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇ എടുക്കുന്നത് അതിൻ്റെ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ω1, ω2 എക്സെട്ര ωn ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഇ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? സെറ്റ് ω1, സെറ്റ് ω2 എക്സെട്ര സെറ്റ് ωn ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. ഇത് ഓരോന്നും സാമ്പിൾ പോയിന്റ് ആണ്. അതിൽ ഓരോന്നിനെയും നമ്മൾ ഓരോരോ സെറ്റായിട്ട് എടുക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ω1, സെറ്റ് ω2 എക്സെട്ര സെറ്റ് ωn ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ടെണ്ണത്തിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താലും എയും ബിയും എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും, നൾ ഇവൻ്റ് ആയിരിക്കും. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് പറഞ്ഞാൽ ഇതിത്തെ ഏത് രണ്ടെണ്ണം എടുത്താലും അവ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ω(i) ഇൻ്റർസെക്ഷൻ ω(j) ഈക്വൽ ടു നൾ സെറ്റ് ഫോർ i നോട്ട് ഈക്വൽ ടു j. ഐയും ജെയും ഈക്വൽ അല്ലാത്ത എല്ലാ കേസിലും ω(i) ഇൻ്റർസെക്ഷൻ ω(j) എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. ഐയും ജെയും ഈക്വൽ അല്ല പറഞ്ഞാൽ ω1 എടുത്താൽ ω2, ω1 ഇൻ്റർസെക്ഷൻ ω2, ω1 ഇൻ്റർസെക്ഷൻ ω3, ω1 ഇൻ്റർസെക്ഷൻ ω4 എക്സെട്ര ω1 ഇൻ്റർസെക്ഷൻ ωn നൾ സെറ്റ് ആയിരിക്കും. ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ പിന്നെ അത് ω1 ഇൻ്റർസെക്ഷൻ ω1 ആണ്, അത് ω1 തന്നെ വരിക. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഈക്വൽ ടു ജെ എന്ന് എടുക്കുന്നത്. ഈ സഫിക്സ് ഈക്വൽ അല്ലാത്ത ഏത് രീതിയിൽ ω(i)യും ω(j)യും എടുത്താലും അതിൻ്റെ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇവൻറ്റ് ഇങ്ങനെ എടുത്താൽ അതിൽ ഓരോ സാമ്പിൾ പോയിന്റിനെയും നമുക്ക് വേറെ വേറെ ഇവൻ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസ് H, T ആണ്. ഓർ ഞാൻ എടുക്കുന്നത് എസിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഇവൻ്റ് എടുത്തിട്ടല്ലേ പറയണത്, ഇ ഈക്വൽ ടു സെറ്റ് H, T എന്ന് എടുത്തോളൂ. അപ്പോൾ ഇവിടെ ω1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H ആണ്, ω2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T ആണ്. ദെൻ സെറ്റ് T എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ്. ഇത് സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റാണ്. S ഈക്വൽ ടു ഇ, എസ് ഈക്വൽ ടു ഇ തന്നെയായിട്ട് ഞാൻ എടുത്തു. എസ് ഈക്വൽ ടു ഇ ഈക്വൽ ടു സെറ്റ് H, T. ഫസ്റ്റ് ഒരു ഇവൻ്റ് ആയിട്ട് ഞാൻ സെറ്റ് T എടുത്തു. ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. അപ്പോൾ ഇതൊരു ഇവൻ്റ് ആണ്. അടുത്ത സബ്സെറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് സെറ്റ് H ആണ്. ഇതും ഒരു ഇവൻ്റ് ആണ്. ഇവ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്താ? നൾ സെറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതാൻ കാരണം ഇ ഈക്വൽ ടു സെറ്റ് ω1, ω2 എക്സെട്ര ωn ആണെങ്കിൽ
സെറ്റ് ഒമേഗ 1, സെറ്റ് ഒമേഗ 2 എക്സെട്ര സെറ്റ് ഒമേഗ n ഒക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഏത് രണ്ടെണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ എടുത്താലും അത് നൾ സെറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഒമേഗ 1 യൂണിയൻ സെറ്റ് ഒമേഗ 2 യൂണിയൻ എക്സെട്ര സെറ്റ് ഒമേഗ n. കാരണം ഇതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇവന്റിനെ ഇതിന്റെ യൂണിയൻ ആക്കിയിട്ട് എഴുതാം. ഇപ്പം ഈ കേസിൽ ഇതിന് ഞാൻ ഒമേഗ 1 എന്ന് വിളിച്ചു. സെറ്റ് ഒമേഗ 1 ഇതും ഇത് സെറ്റ് ഒമേഗ 2 ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഒമേഗ 1 യൂണിയൻ സെറ്റ് ഒമേഗ 2 എന്താ വരിക? സെറ്റ് ടി യൂണിയൻ സെറ്റ് എച്ച് വിച്ച് ഈക്വൽ ടു എച്ച് കോമ ടി. ഈ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എസ് ആണ്. അപ്പൊ ആദ്യത്തെ സാമ്പിൾ പോയിന്റ് ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഇവന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഒമേഗ 1 യൂണിയൻ സെറ്റ് ഒമേഗ 2 യൂണിയൻ എക്സെട്ര സെറ്റ് ഒമേഗ n യൂണിയൻ. നോട്ട് ചെയ്യേണ്ടത് ഈ ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n എന്ന് പറയുന്ന ഇവന്റ്സ് ഒക്കെ എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ആക്സിയോമാറ്റിക് പ്രോബബിലിറ്റിന്റെ തേർഡ് ആക്സിയം എന്താ പറയുന്നത്? ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണെന്നാണ്. ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ട് ഇവന്റ്സിനല്ലേ പറയുന്നത്. ഇത് എത്ര ഇവന്റ്സിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. n ഇവന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പി ഓഫ് ഇ ഈക്വൽ ടു ഇതെന്ന് കിട്ടി. അപ്പൊ പി ഓഫ് ഇ കണ്ടുപിടിക്കുക. അപ്പൊ പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ പി ഓഫ് ദിസ് സെറ്റ് എന്ന് വരും. ഇ എന്ന് പറയുന്നത് ഈ സെറ്റ് ആയതുകൊണ്ട് പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ പി ഓഫ് ഈ സെറ്റ്. ഈ സെറ്റിലെ ഓരോ ഇവന്റുകളും ഇത് ഇയും ഇത് എഫും ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ രണ്ട് ഇവന്റ് ആണെങ്കിൽ ഇത് രണ്ടെണ്ണം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞു പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണ് എന്നുള്ളത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് എണ്ണത്തിൽ നമ്മൾ എഴുതിയെന്ന് മാത്രം. അപ്പൊ പി ഓഫ് സെറ്റ് ഒമേഗ 1 യൂണിയൻ സെറ്റ് ഒമേഗ 2 യൂണിയൻ എക്സെട്ര യൂണിയൻ സെറ്റ് ഒമേഗ n എന്ന് പറഞ്ഞാൽ പി ഓഫ് ഒമേഗ 1 പ്ലസ് പി ഓഫ് ഒമേഗ 2 പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് ഒമേഗ n ആയിരിക്കും. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഈ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്. ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എന്ന് പറഞ്ഞൊരു ഇവന്റ് നമുക്കറിയാം. ആ ഇവന്റ് ഒമേഗ 1 ആ ഇവന്റിന്റെ സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഓരോ സാമ്പിൾ പോയിന്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഈ എന്ന് പറഞ്ഞ ഇവന്റിന്റെ സാമ്പിൾ പോയിന്റ് ആണ് ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആ ഇവന്റിൽ വരുന്ന ഓരോ സാമ്പിൾ പോയിന്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അതാണ് പി ഓഫ് ഒമേഗ 1 പി ഓഫ് ഒമേഗ 2 പി ഓഫ് ഒമേഗ n എഴുതിയിട്ടുള്ളത്. അത് ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. ആ ഇവന്റിൽ വരുന്ന ഓരോ സാമ്പിൾ പോയിന്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഇവന്റ് എ കോമ ബി ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഇവന്റ് അറിയാമെങ്കിൽ ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആ ഇവന്റിലുള്ള ഓരോ സാമ്പിൾ പോയിന്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ പി ഓഫ് എ കണ്ടുപിടിക്കുക പ്ലസ് പി ഓഫ് ബി ചെയ്താൽ മതി. ഇനി 3 പോയിന്റ് ഉണ്ടെങ്കിൽ 3 പോയിന്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അത് ആഡ് ചെയ്യുക. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം നന്നായിട്ട് പഠിക്കുക. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്തത് ഇതാണ് നമ്മളെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. അതായത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണെങ്കിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇത് ചെയ്തു വരുമ്പോൾ നമ്മൾ പഠിച്ചൊരു ഫോർമുലേക്ക് തന്നെയാണ് എത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് എസ് ഈക്വൽ ടു ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n ബി ദ സാമ്പിൾ സ്പേസ്. എസ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിച്ചോളൂ. സെറ്റ് ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n and all outcomes are equally likely to occur. All outcomes are equally likely to occur എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈക്വലി ലൈക്ലി ഔട്ട്കമിന്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്? പി ഓഫ് ഒമേഗ ഐ ഈക്വൽ ടു പി ഫോർ ഓൾ ഡബ്ല്യു ഒമേഗ ഐ എലമെന്റ് ഓഫ് എസ്. അതായത് ആ സാമ്പിൾ സ്പേസിലുള്ള ഓരോ സാമ്പിൾ പോയിന്റിന്റെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സെയിം ആയിരിക്കും. പി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് പി ഓഫ് ഒമേഗ ഐ ഈക്വൽ ടു സ്മാൾ പി എന്ന് എഴുതുന്നത്. അതായത് ഒരു ഔട്ട്കംസിനെ, ഒരു സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസിനെ ഈക്വലി ലൈക്ലി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി സെയിം ആയിരിക്കും. ഒമേഗ 1 ഇവിടുത്തെ സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n ആണ്.
അപ്പം ഇതിനെ ഈക്വലി ലൈക്ലി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാറ്റിൻ്റെയും പ്രോബബിലിറ്റി സെയിം ആയിരിക്കും, ഒരേ പ്രോബബിലിറ്റി ആയിരിക്കും വരിക. പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 2 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഒമേഗ n. ഇവിടെ എഴുതിയിട്ടുള്ളത് വേറെ രീതിയിലാണ്. പ്രോബബിലിറ്റി ഓഫ് ഒമേഗ i ഈക്വൽ ടു പി ഫോർ ഓൾ ഒമേഗ i എലമെന്റ് ഓഫ് എസ്. എസ്സിലെ ഏത് ഒമേഗ i ചൂസ് ചെയ്താലും പി ഓഫ് ഒമേഗ i എന്ന് പറയുന്നത് പി ആണ്. അതായത് ഒമേഗ i എസ് എന്നാണ് എടുക്കുന്നത്. ഒമേഗ 1 എസ് എന്ന് എടുത്തു, പി ഓഫ് ഒമേഗ 1 പി ആണ്, പി ഓഫ് ഒമേഗ 2 പി ആണ്, പി ഓഫ് ഒമേഗ n പി ആണ്. അതായത് എല്ലാറ്റിൻ്റെയും പ്രോബബിലിറ്റി അവിടെ സെയിം ആണ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? പി ഓഫ് ഒമേഗ 1 ഈക്വൽ ടു പി ഓഫ് ഒമേഗ 2 ഈക്വൽ ടു പി ഓഫ് ഒമേഗ 3 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു പി ഓഫ് ഒമേഗ n. അപ്പോഴാണ് നമ്മൾ അതിനെ ഈക്വലി ലൈക്ലി എന്ന് പറയുക. ഇതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഹെഡും ടെയിലും എടുത്തു. അതിൽ ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്, ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റ്, ആ ഒരു സാമ്പിൾ സ്പേസത്തെ ഔട്ട്കം ഈക്വലി ലൈക്ലി ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഈക്വലി ലൈക്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. അതായത് 1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ്, അങ്ങനെ വിചാരിക്കുക. 1 ഈക്വൽ ടു തിരിച്ചെടുക്കുക, 1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ്. ഇനി എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n ആണ്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി ഓഫ് എസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഒമേഗ n എന്ന് വരും. ഇനി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി അവിടെ സെയിം ആണ്. പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1ഉം പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 2ഉം പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 3ഉം ഇതൊക്കെ നമ്മളിവിടെ ഈക്വൽ ടു സം പീനാണ് എടുത്തിട്ടുള്ളത്. ഒമേഗ i ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഒമേഗ i പീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1 പി ആണ്, പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 2 പി ആണ്, എക്സെട്ര പ്രോബബിലിറ്റി ഓഫ് ഒമേഗ n പി ആണ്. അപ്പോൾ ഈ 1-ന് മാറ്റമില്ല, 1 അതേപോലെ എഴുതി. ഞാൻ RHS മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പി പ്ലസ് എക്സെട്ര പ്ലസ് പി, ഇങ്ങനെ എത്ര ടേം ഉണ്ട്? 1 2 എക്സെട്ര n ടേംസ് ഉണ്ട്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ n ടേംസ് എന്ന് എഴുതിയിട്ടുള്ളത്. പി പ്ലസ് എക്സെട്ര പ്ലസ് പി, അങ്ങനെ n ടേംസ് പീനെ ആഡ് ചെയ്യുക പറഞ്ഞാൽ n ഇൻറ്റു പീന് വരും. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് LHS കിടക്കുന്നത് 1 ആണ്. 1 ഈക്വൽ ടു n ഇൻറ്റു പി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പീൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. അപ്പോൾ പി ഈക്വൽ ടു 1/n. n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാമ്പിൾ സ്പേസത്തെ എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആണെങ്കിൽ ഓരോ ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/n ആണ്. ദാറ്റ് ഈസ് 1 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസത്തെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇവൻ്റ് എടുത്തു, ഒരു സാമ്പിൾ സ്പേസ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്കംസിനെ ഈക്വലി ലൈക്ലി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ ഔട്ട്കംസിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് ആയിരിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പി ഈക്വൽ ടു 1/n എന്ന് നമുക്കിവിടെ കിട്ടി. പി ഈക്വൽ ടു 1/n എന്ന് കിട്ടി. ഒക്കെ ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ തിയറി പോലെ പറഞ്ഞു തരാമെന്ന് മാത്രം. ഇനി നമ്മൾ എടുക്കുന്നത് let E be an event having m elements. E എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എടുത്തു, അതിൽ m എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര എലമെൻ്റ് ഉണ്ട്? m എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ കിടക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച്, ഓരോ ഔട്ട്കമിൻ്റെയും അല്ലെങ്കിൽ സാമ്പിൾ പോയിൻറ്റിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ m എലമെൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ E ഈക്വൽ ടു m എലമെൻ്റ് അല്ലേ? ഇപ്പം നമുക്ക് ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, E എന്ന് പറയുന്നത് ഈ സെറ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സാമ്പിൾ പോയിൻറ്റിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. അതായത് പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 2 പ്ലസ് എക്സെട്ര പ്ലസ് probability of omega n, and
നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1 പി ആണ്. പി എന്ന് പറഞ്ഞാൽ 1/n ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 1 എന്ന് പറഞ്ഞാൽ 1/n ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഒമേഗ 2 എന്ന് പറഞ്ഞാലും 1/n ആയിരിക്കും. എക്സെട്ര പ്രോബബിലിറ്റി ഓഫ് ഒമേഗ n എന്ന് പറഞ്ഞാലും 1/n ആയിരിക്കും. അപ്പോൾ 1/n പ്ലസ് 1/n പ്ലസ് എക്സെട്ര പ്ലസ് 1/n അങ്ങനെ എത്ര എണ്ണം വരും? m ടൈംസ് വരും. കാരണം m എലമെന്റ്സ് അല്ലേ ഉള്ളത്, 1 2 എക്സെട്ര m. ഇവിടെ m ആണ് കേട്ടോ, ഒമേഗ m എന്നാണ് ഇവിടെ എഴുതേണ്ടത്, ഒമേഗ m. ഒന്ന് നിങ്ങൾ ശരിയാക്കിയാൽ മതി. അപ്പോൾ m എലമെന്റ്സ് വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒമേഗ m. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/n പ്ലസ് 1/n പ്ലസ് 1/n m ടൈംസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1/n ഇൻറ്റു m എന്ന് വരും. 1/n ഇൻറ്റു m എന്ന് പറഞ്ഞാൽ m/n എന്ന് വരും. ഇനി നോക്കിക്കേ, m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ ഈ എമ്മിന് പകരം നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ s ആണ്. ഇ ഹാസ് m എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ഈക്വൽ ടു m എന്ന് എഴുതാം. ഓൾറെഡി നമ്മൾ എസിലെ n എലമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ m/n ആണ്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇയും n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസും ആണ്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? അതാണ് അടുത്തത് പറയുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് വിത്ത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഇ വിത്ത് ഈക്വലി ലൈക്ലി ഔട്ട്കം ഈസ് ഡിഫൈൻഡ് as. ഇവിടെ ഇ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓരോ ഔട്ട്കമിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വലി ലൈക്ലി ആണ്. അതായത് ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ ഓരോ ഔട്ട്കമിൻ്റെയും പ്രോബബിലിറ്റി അവിടെ സെയിം ആണ്. അങ്ങനെ ഔട്ട്കംസ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് എടുത്തു. ആ സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ഇ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുള്ളത് n ഓഫ് ഇ ഡിവൈഡഡ് ബൈ n ഓഫ് എസ് ആണ്. അതായത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദി സാമ്പിൾ സ്പേസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫോർമുലയാണ് ഇത്. അതായത് ഇ എന്ന് പറയുന്നത് ഇവൻ വിത്ത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. അവിടെ ഔട്ട്കംസിൻ്റെ പ്രത്യേകത ഈക്വലി ലൈക്ലി ആണെങ്കിൽ, ഔട്ട്കംസ് ഈക്വലി ലൈക്ലി ആണെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് ഇവൻറ്റ് n ഓഫ് ഇ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് ആയിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് വരുമ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ നമ്മൾ അത് ഡിറൈവ് ചെയ്ത് കൊടുന്നു എന്ന് മാത്രം. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് തിയറി അല്ല പഠിക്കേണ്ടത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വീഡിയോ കണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ നോട്ട് എഴുതുക.